ശ്രീകണ്ഠാപുരം ശ്രീലയം ഫെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ആവേശം അതിരുകവിഞ്ഞു. സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു. മുൻ സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് മുഖ്യാതിഥിയായി. മാർക്കറ്റ് ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജോബി എടത്തിനാൽ, ബ്രദർ ഡോക്ടർ രജീസ് കറിയ, കൊട്ടാരം ഇല്ലത്ത് ജയരാമൻ നമ്പൂതിരി, വെള്ളരിയിൽ ഹസൻ മുസ്ലിയാർ, എൻ ജെ സ്റ്റീഫൻ, ഒ വി ഹുസൈൻ, വി സി രാമചന്ദ്രൻ, കെ വി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രസ്യമ്മ മാത്യു നന്ദി പറഞ്ഞു. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ പരിപാടികളും സിനിമാ താരം ബിജേഷ് ചേളാരിയും കാസർഗോഡ് വെസ്റ്റേൺ ഡാൻസ് വേൾഡ് അക്കാദമിയും സംയുക്തമായി അവതരിപ്പിച്ച ഹാസ്യനൃത്ത സമന്വയവും അരങ്ങേറി. നമ്മുടെ നാട്ടിൽ സംഘർഷത്തിന്റെയും കലാപങ്ങളുടെയും ഉള്ള അന്തരീക്ഷത്തിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഒന്നിച്ചിരിക്കാനും ഒരുമിക്കാം വരവേൽക്കാം എന്ന മുദ്രാവാക്യവുമായി 5 ദിവസം നടത്തുന്ന ഈ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിക്കുന്ന ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്കും ചെയർപേഴ്സൺ ഡോക്ടർ ഫിലോമിന ടീച്ചർക്കും ആദ്യമായി എല്ലാവിധ ആശംസകളും നേരുകയാണ്. 4 പതിറ്റാണ്ട് കാലത്തോളം ഈ നാടിൻ്റെ ഓരോ മന്ത്രിയുമായും ബന്ധപ്പെട്ട എനിക്ക് ഈ നാട്ടിൽ വരാനും നിങ്ങളെ കാണാനും അവസരമുണ്ടായി വളരെയേറെ സന്തോഷവും ചാരിതാർത്ഥ്യവും. ഇതിലുപരിയായി പപ്പേട്ടനോട് പറഞ്ഞതുപോലെ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഈ ചടങ്ങിൽ പപ്പേട്ടൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് എങ്ങനെയാണ് നന്ദി പറയുന്നത് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിന് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. 96-ാം വയസ്സിൽ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട് പപ്പേട്ടൻ ഇവിടെ വരാൻ കാണിച്ച സൗമനസ്യം തീർച്ചയായും ശ്രീകണ്ഠാപുരത്ത് വലിയ അനുഗ്രഹം തന്നെയാണ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.